ഉത്തർപ്രദേശിലെ ബഹ്റൈച്ചിൽ ചെന്നായ ആക്രമണത്തിൽ കുട്ടികളടക്കം 6 പേർ മരിച്ചുവെന്ന് വാർത്ത വരുന്നു. 20ഓളം പേർക്ക് പരിക്കേറ്റു. അതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. 4 ചെന്നായ്ക്കളുടെ കൂട്ടമാണ് ആക്രമണം നടത്തിയതെന്നാണ് DFO പറയുന്നത്. കണ്ടില്ലേ, പോകുന്ന പോക്ക് കണ്ടില്ലേ, അവിടെ എവിടെ നിൽപ്പുണ്ടെന്നുള്ള രീതിയിലാണ് പോക്ക്. ചെന്നായ കൂട്ടത്തെ നമ്മൾ ഭയക്കണം. ബൽറാം നെടുങ്ങാടി ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും. ബൽറാം, വിശദാംശങ്ങൾ. ഈ വർഷവും പതിവ് പോലെ തന്നെ ഈ ഉത്തർപ്രദേശിലെ ബഹ്റൈച്ചിൽ ചെന്നായ്ക്കളുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ വർഷവും സമാനമായ തരത്തിൽ വലിയ ആക്രമണം ഈ മേഖലകളിൽ ബഹ്റൈച്ചിലെ 4 ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തുടർച്ചയായി രാത്രികളിൽ ആളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും 8 പേർ കഴിഞ്ഞ വർഷം കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഈ വർഷം അതീവ ജാഗ്രത ഗ്രാമവാസികൾ പുലർത്തിയിരുന്നു എങ്കിൽ പോലും 6 പേർ ഇതിനകം തന്നെ കഴിഞ്ഞ 2 ആഴ്ചകൾക്കിടെ ചെന്നായ്ക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതിൽ 4 പേർ കുഞ്ഞുങ്ങളാണ്. 20ഓളം പേർക്കാണ് ചെന്നായ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് വനം വകുപ്പ് അധികൃതർ നൽകുന്ന വിശദീകരണം എന്നുള്ളത് 4 ചെന്നായ്ക്കളാണ് ഈ ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ്. അതിൽ ഒരു ചെന്നായെ ഇതിനകം തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തിയതായി ഫോറസ്റ്റ് അധികൃതർ അറിയിക്കുന്നുണ്ട്. മറ്റ് 3 ചെന്നായ്ക്കൾ കൂടി ഈ മേഖലയിൽ ഇപ്പോൾ ഉണ്ട് എന്നും അവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തുടരുന്നു എന്നുമാണ് അധികൃതർ അറിയിക്കുന്നത്. ഈ ചെന്നായ്ക്കളുടെ ആക്രമണം രൂക്ഷമായതോടെ ഈ മേഖലയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്കും മറ്റും ചെന്നായ്ക്കൾക്ക് വേണ്ടിയുള്ള നിരീക്ഷണം നടത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഗ്രാമവാസികളും രാത്രി മറ്റ് പാട്ടയും ഉൾപ്പെടെ കൊട്ടിക്കൊണ്ട് ഈ മേഖലയിൽ രാത്രി റോന്തു ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം വലിയ ഭീഷണി ചെന്നായ്ക്കൾ ഉയർത്തുന്നുണ്ട്. ഈ മേഖലയിലുള്ള ബറൈച്ചിലൂടെ കടന്നു പോകുന്ന ഗാഗ്ര നദിയിലെ ജലനിരപ്പ് ഉയരുമ്പോൾ ആ നദിക്ക് സമീപമുള്ള കാടുകളിൽ താമസിക്കുന്ന ചെന്നായ്ക്കൾക്ക് ഇര നഷ്ടപ്പെടുന്നുവെന്നും അതിനെ തുടർന്നാണ് ജനവാസ മേഖലയിലേക്ക് ഇവ എത്തുന്നത് എന്നുമാണ് ഫോറസ്റ്റ് അധികൃതർ നൽകുന്ന വിശദീകരണം. കഴിഞ്ഞ വർഷം 6 ചെന്നായ്ക്കളെ അധികൃതർ പിടികൂടിയിരുന്നു. SKN. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.